ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ചരിത്രം കുറിച്ച് വിപണികൾ. സെൻസെക്സ് 75,000 പോയിന്റ് കടന്നു. ദേശീയ ഓഹരി വിപണിയും റെക്കോർഡ് നേട്ടത്തിൽ. തിളങ്ങി റിയൽറ്റി ബാങ്ക് ഓഹരികൾ. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 8% ഉയർന്നു. ലോകവിപണിയിലെ ചെമ്പ് വിലക്കയറ്റത്തിൽ ഉണർന്ന മെറ്റൽ ഓഹരികൾ. ക്രൂഡ് വില $90 മുകളിൽ. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റം ആഭ്യന്തര വിപണികളെയും ബാധിച്ചു. സംസ്ഥാനത്ത് പവന്റെ വില 80 രൂപ കൂടി 52,600 രൂപയായി. ഗ്രാമിന് 10 രൂപ കൂടി 6,575 രൂപ. ഏപ്രിൽ മാസത്തിൽ മാത്രം പവന് കൂടിയത് 1,720 രൂപ. ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന വാർത്തയും ചൈനയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയതും വിലക്കയറ്റത്തിന് കാരണമായി. AI-യിൽ $700 കോടി നിക്ഷേപത്തിന് ദക്ഷിണ കൊറിയ. AI ചിപ്പ് നിർമ്മാണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യം. മാർച്ചിൽ ദക്ഷിണ കൊറിയയുടെ ചിപ്പ് കയറ്റുമതി 21 മാസത്തെ ഉയർന്ന നിരക്കിൽ. മാനേസർ പ്ലാന്റിന്റെ ശേഷി കൂട്ടി മാരുതി സുസുക്കി. വാർഷിക ഉൽപാദനത്തിൽ 1 ലക്ഷം യൂണിറ്റ് കൂട്ടും. മാനേസർ പ്ലാന്റിലെ മൊത്തം ഉൽപാദന ശേഷി പ്രതിവർഷം 9 ലക്ഷം യൂണിറ്റ് ആകും. വരുന്ന 8 വർഷത്തിൽ ഉൽപാദനം പ്രതിവർഷം 4 ദശലക്ഷം യൂണിറ്റ് ആക്കുമെന്നും കമ്പനി. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. വിപണികൾ വീണ്ടും ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 2024 ശേഷം ഓഹരി വിപണി ഇങ്ങനെ റെക്കോർഡ് ഉയരങ്ങൾ താണ്ടുന്നത് ഇത് ഒരു പതിവ് പ്രവണതയായി തുടരുകയാണ്. വിപണിയിലൊക്കെ തന്നെ വലിയൊരു ഉറച്ച ആത്മവിശ്വാസമുണ്ട്. ഓഹരി വിപണിയുടെ ഒരു മൊത്തം മൂലധനം ഒക്കെ തന്നെ 400 ലക്ഷം കോടി കടന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇന്ന് ഒരു ഓൾ ടൈം റെക്കോർഡ് ആണ് ഉണ്ടായിരുന്നത്. ഏകദേശം 22,768 വരെയാണ് ഇന്ന് നിഫ്റ്റി 50-ൽ സൂചിക വ്യാപാരം നടന്നത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഒരു 17 പോയിന്റ് ഇടിവിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. 17 പോയിന്റ് ഇടിവിൽ 22,649 പോയിന്റിലാണ് നിലവിൽ നിഫ്റ്റി 50-ൽ വ്യാപാരം നടക്കുന്നത്. പക്ഷേ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ ഓഹരികളൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവിടെ ഒരു പോസിറ്റീവ് പ്രവണതയാണ് കാണുന്നത്. നിഫ്റ്റി ബാങ്കിൽ 100 പോയിന്റ് ഉണർവിൽ 48,682 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. ഏകദേശം 1.5% നേട്ടം നിഫ്റ്റി ബാങ്കിൽ മാത്രമുണ്ട്. അതേപോലെ തന്നെ 1.2% നേട്ടം IT സെക്ടറിലുണ്ട്. ഇന്നത്തെ ഈ ഒരു നേട്ടത്തിന് പ്രധാനമായും ലീഡ് ചെയ്തിരിക്കുന്നത് അത് IT, അതുപോലെ തന്നെ ബാങ്ക്, മെറ്റൽ ഓഹരികളൊക്കെ തന്നെയാണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഇന്ന് 74,500 കടന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു. അതിനുശേഷം 74,240 ഇന്നത്തെ ഒരു വ്യാപാരം പുരോഗമിക്കുന്നത്. ഒരു നേരിയ ഇടിവുണ്ട്. 5 പോയിന്റ് ഇടിവിൽ 74,737 പോയിന്റിലാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം തുറന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തിരിക്കുകയാണ്. അതിൽ വലിയ ഈ ഒരു പ്രവണത, അതായത് നിലവിലുള്ള സീറ്റ് തന്നെ തുടരും, അതല്ലെങ്കിൽ ആ കക്ഷികളൊക്കെ തന്നെയായിരിക്കും ഈ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുക എന്നൊക്കെ കരുതിയാണ് ഈ ഒരു ആത്മവിശ്വാസം വിപണിയിൽ പ്രകടമാകുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് നമ്മളോടൊപ്പം ചേരുകയാണ്. DPFSന്റെ ഡയറക്ടറായിട്ടുള്ള KV തോമസ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ KV തോമസ്. മാർക്കറ്റിൽ നിന്ന് ഒരു റെക്കോർഡൊക്കെ കീഴടക്കിയതിന് ശേഷം KV സാമുവൽ, മാർക്കറ്റ് റെക്കോർഡൊക്കെ കീഴടക്കിയതിന് ശേഷം വിപണി ഒരു വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നേരിയൊരു ഇടിവുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു വിപണിയുടെ ഒരു പൊതുവെയുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ. ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും സർവകാല റെക്കോർഡ് ടച്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു ചെറിയ കറക്ഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും മാർക്കറ്റ് വളരെ സ്റ്റഡി ആയിട്ട് തന്നെ ഒരു വളരെ മൈനറായിട്ടുള്ള കറക്ഷനോടുകൂടി ക്ലോസ് ചെയ്യാനാണ് സാധ്യത. നിഫ്റ്റിയിൽ നമ്മൾ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തത് 22,768 സെൻസെക്സിൽ 75,124 ഇത് വളരെ ഒരു ഉയർന്ന ലെവലുകളാണ്. ഓരോ പ്രാവശ്യവും സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഉയരങ്ങളിൽ താണ്ടുമ്പോൾ അനേകം ശതകോടീശ്വരന്മാരെ ഇന്ത്യൻ എക്കണോമിയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആക്സിസ് ബാങ്കിന്റെ 3 കോടി ഷെയർ ബയൻ ക്യാപിറ്റൽ വിറ്റ് ഒരു ബ്ലോക്ക് ഡീൽ നടന്നു എന്നൊരു റിപ്പോർട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ 50 കോടി രൂപയുടെ ഷെയർ സിറ്റി കോപ്പ് ഗ്ലോബൽ മാർക്കറ്റ് മൗറീഷ്യസ് വാങ്ങിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. ക്ലോസിംഗ് വരെ മാർക്കറ്റ് സ്റ്റഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കറക്ഷനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. വലിയ കോൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വരും ദിവസങ്ങളിലും മാർക്കറ്റ് സ്റ്റഡി ആയിരിക്കും എന്നാണ് സാധ്യത. താങ്ക് യു.
നന്ദി. ശ്രീ KV സാമുവലാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും വിപണി വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും. DB